സാർ, അടുത്തായിട്ട് എനിക്ക് സാറോട് ചോദിക്കാനുള്ള ചോദ്യം, ചില ആളുകൾ നിരന്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത്, അവർക്ക് എത്ര ശ്രമിച്ചാലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല, നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നങ്ങൾക്ക്, ഇതിനെന്തെങ്കിലും സൊല്യൂഷൻസ്? നല്ല ചോദ്യം. അതായത് ചില ആളുകൾക്ക് എന്നും പ്രശ്നം തന്നെയായിരിക്കും. അവർ ഒരു ദിവസം ഒരു പ്രശ്നമാണെങ്കിൽ അടുത്ത ദിവസം വേറൊരു പ്രശ്നം. അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്താൽ ഒരു വളരെ കുറഞ്ഞ സമയത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാകും, വീണ്ടും പ്രശ്നത്തിലോട്ട് പോകും. ഇതിന് പ്രധാനമായ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അവരുടെ ബോധതലം പ്രശ്നത്തിൽ അങ്ങ് സെറ്റായി. അതായത് ഏറ്റവും പുതിയ പഠനം പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ബോധതലമുണ്ട്. പ്രശ്നത്തിലുള്ള ബോധതലമുള്ള ആൾ ആ പ്രശ്നത്തിൽ തന്നെ ജീവിക്കും. ചില ആളുകൾ സമാധാനത്തിൽ സെറ്റാവുന്ന ആൾക്കാരുണ്ട്, അവർ സമാധാനത്തിൽ ജീവിക്കും. സന്തോഷത്തിലും അഭിവൃദ്ധിയിലും അതുപോലെ തന്നെ ഐശ്വര്യത്തിലും സെറ്റാവുന്ന ആൾക്കാരുണ്ട്, അവരതിലേ ജീവിക്കൂ. അപ്പോൾ ഈ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും അറിയില്ല എല്ലാ സമയത്തും സന്തോഷവും സമാധാനവും സമൃദ്ധിയുമുള്ള ഒരു മാനസികാവസ്ഥയും ഒരു ജീവിതവും ഉണ്ട് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഈ താഴ്ന്ന ലെവലിൽ അല്ലെങ്കിൽ എപ്പോഴും പ്രതിസന്ധി മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ സെറ്റായ ഒരു വ്യക്തി, ആ വ്യക്തി അതിൽ തന്നെ തുടരുന്നിടത്തോളം കാലം അയാൾക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവുകയില്ല എന്നൊരു യാതൊരു സംശയമില്ല. പക്ഷേ തിരിച്ചറിവ് കിട്ടുമ്പോൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു പ്രശ്നവും മോശമാണെന്ന് പറയാൻ കഴിയില്ല. പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് മുന്നോട്ട് പോകുവാനൊരു സിഗ്നലായിരിക്കാം. അങ്ങനെ ഇതിനെന്താണ് ഒരു പരിഹാരം? എനിക്ക് മാറേണ്ടതുണ്ട്, ഒരുപാട് കാലമായല്ലോ ഞാൻ ഇതേ രൂപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കൊരു മാറ്റം അനിവാര്യമാണ് എന്ന് ആ വ്യക്തിക്ക് ബോധ്യമാവുകയോ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഈ വ്യക്തിയെ കരകയറ്റുവാൻ ഒരു വഴിയുണ്ട് എന്ന് മറ്റൊരാൾക്ക് തിരിച്ചറിഞ്ഞ് അതിലോട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവരികയോ ചെയ്താൽ അയാളുടെ ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്ന ആ സെറ്റ് പോയിന്റ് അതിനെ ഉയർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നം തീർച്ചയായിട്ടും മാറും. അപ്പോൾ നിരന്തരമായ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അത് തന്നെ അനുഭവിക്കുവാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അതിൽ ആ വ്യക്തി സെറ്റായതുകൊണ്ടാണ്. അതിനവിടുന്ന് ഇളക്കി മറിക്കാൻ ഒന്നെങ്കിൽ ആ വ്യക്തി സ്വയമായിട്ട് എനിക്ക് മാറണമെന്ന് ചിന്തിക്കുക, അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ സാധിക്കും. അങ്ങനെ അയാൾ സെറ്റിംഗ് പോയിന്റ് മാറ്റിയാൽ അതോടുകൂടി അയാളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നതിന് യാതൊരു സംശയമില്ല. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ സെറ്റിംഗ് പോയിന്റ് ആണ് പ്രശ്നം.